സംസ്ഥാനത്തെ റേഷൻ വിതരണം സാധാരണ നിലയിലായി. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം റേഷൻ വിതരണം പുനരാരംഭിച്ചു. ഈ മാസം 6 വരെ മാർച്ച് മാസത്തെ റേഷൻ വാങ്ങാം. കോഴിക്കോട് നിന്നും രാഹുൽ സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും റേഷൻ വിതരണം പുനരാരംഭിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപത്തെ ഒരു റേഷൻ കടയിലാണ്. കഴിഞ്ഞ മാസം വിവിധ കാരണങ്ങളാൽ, അതായത് ഈ പോസ്റ്റ് മെഷീനിലെ തകരാറ് മൂലം കുറേ അധികം ദിവസം റേഷൻ വിതരണം തടസ്സപ്പെട്ടിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ മാസത്തെ റേഷൻ വാങ്ങാൻ ഈ മാസം 6-ാം തീയതി വരെ ഉപഭോക്താക്കൾക്ക് അവസരമുണ്ട്. ഈ 6 ദിവസം പരമാവധി ആളുകൾ റേഷൻ വാങ്ങാൻ സമയം വിനിയോഗിക്കണമെന്നാണ് പൊതുവിതരണ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഈ മാസത്തെ റേഷൻ വിതരണം ഈ മാസം 8-ാം തീയതി, ഏപ്രിൽ 8-ാം തീയതി മുതലായിരിക്കും ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക. ഇപ്പോൾ നിലവിൽ ഈ പോസ്റ്റ് മെഷീനിൽ തകരാറുകളില്ല, സുഗമമായാണ് പ്രവർത്തനം മുന്നോട്ട് പോകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ചേച്ചി, കഴിഞ്ഞ ദിവസമൊക്കെ ഈ പോസ്റ്റ് മെഷീൻ തകരാറിലാവുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. നിലവിൽ എന്താണ് സാഹചര്യം? കഴിഞ്ഞ ദിവസം കുറേ ആൾ വരുമ്പോൾ സർവർ തകരാറ് മൂലം ബില്ലൊന്നും വരുന്നില്ല. ബില്ല് നമ്മൾ ഇത് അടിച്ചു കഴിഞ്ഞാലും ബില്ല് വരുന്നില്ല. അതുകൊണ്ട് ആളിലേക്ക് സാധനം കൊടുക്കാൻ കഴിയുന്നില്ല. ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്ന് ഇതുവരെ ഒക്കെ റെഡി ആയിട്ടുണ്ട്. സാധാരണ വിതരണമൊക്കെ ചെയ്തിട്ടുണ്ട്. ചേട്ടാ, കഴിഞ്ഞ ദിവസമൊക്കെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. കുറേ ആളുകൾ തിരിച്ചു പോയിട്ടുണ്ട്. സാധനം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആളുകൾ കണ്ടമാനം ലൈനിൽ നിൽക്കുകയായിരുന്നു. കണ്ടമാനം ആളുകൾ ഉണ്ടായിരുന്നു. ആളുകൾ റേഷൻ കടക്കാരുടെ ദേഷ്യം പിടിച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഈ മാസം 6-ാം തീയതി വരെ നീട്ടിയതിനെ കൊണ്ട് വലിയ പ്രശ്നമില്ല. ആവശ്യത്തിന് സാധനങ്ങൾ കടയിലുണ്ട് താനും. ആവശ്യത്തിന് സാധനങ്ങൾ കടയിലുണ്ട്. ഒരു കുഴപ്പമില്ല. നിലവിലെ കണക്കനുസരിച്ച് ഏതാണ്ട് 70% മാത്രം ആളുകളാണ് കഴിഞ്ഞ മാസത്തെ റേഷൻ വാങ്ങിയിട്ടുള്ളത്. ബാക്കി 30% ആളുകൾ കൂടി മാർച്ച് മാസത്തെ റേഷൻ വാങ്ങാനുണ്ട് എന്നാണ് ഭക്ഷ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. എന്താണെങ്കിലും ഈ വരും ദിവസങ്ങളിൽ ആളുകൾക്ക് ഈ സംവിധാനം പരമാവധി പ്രയോജനപ്പെടുത്താം. ഈ പോസ്റ്റ് മെഷീനിൽ നിലവിൽ തകരാറില്ല. കാരണം കൂടുതൽ ആളുകൾ റേഷൻ കടയിൽ വന്ന് സാധനം വാങ്ങാൻ എത്താത്തത് കൊണ്ട് തന്നെ ഈ പോസ്റ്റ് മെഷീൻ സുഗമമായാണ് നിലവിൽ പ്രവർത്തിക്കുന്നതെന്നാണ് ഈ റേഷൻ കടയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും ഭക്ഷ്യവിതരണം സാധാരണ നിലയിൽ വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത്. ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്.